നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ: പേഴ്സോണ ഈസ് എ മെത്തേഡ് ഓഫ് ഓപ്ഷൻസ് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ്, ബാരിയർ കോൺട്രാസെപ്ഷൻ, IUCD. ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീമെയിലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ സൈക്കിൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ ഫെർട്ടൈൽ വിൻഡോ എന്ന് പറയുന്ന പീരീഡ്, ഓവുലേഷൻ എറൗണ്ട് പീരീഡ്, ആ ഒരു പീരീഡിലായിരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ആ ഒരു സമയത്ത് അവരെ ട്രാക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് പൊതുവായിട്ട് പറയുന്ന പേരാണ് പേഴ്സോണ. അപ്പോൾ അവരുടെ സൈക്കിളിൻ്റെ ട്രാക്ക് ഹിസ്റ്ററി കൃത്യമായിട്ടും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പീരീഡ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് പേഴ്സോണ എന്ന് പറയുന്നത്. അതേസമയം ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ് എന്താണെന്ന് അറിയാം. പലതരത്തിലുള്ള ഡ്രഗ് ഉണ്ട്. പ്രധാനമായിട്ടും ഈസ്ട്രജൻ അല്ലെ പ്രൊജസ്ട്രോൺ അല്ലെ കമ്പൈൻഡ് പിൽസൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഫോളിക്കൽ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ, അതേപോലെ തന്നെ ലൂട്ടനൈസിങ് ഹോർമോൺ പോലുള്ള കാര്യങ്ങൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് മുകളിൽ ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോഫിക് റിലീസിങ് ഹോർമോൺ നൽകുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ഈസ്ട്രോജൻ്റെ അളവ് രക്തത്തിൽ ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി ഗൊണാഡോട്രോഫിക് റിലീസിങ് ഹോർമോണിൻ്റെ അളവ് കുറയുകയും അതിൻ്റെ ഫലമായിട്ട് ഫോളിക്കൽ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ ഉൾപ്പെടെയുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ അളവ് കുറയുകയും അതിൻ്റെ ഫലമായിട്ട് ഓവുലേഷൻ പോലുള്ള പ്രോസസ്സ് ഡിലേ ചെയ്യപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ബാരിയർ എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സ്പേമും ഓവവും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് അവിടെ നിൽക്കുന്ന മെക്കാനിസം. ദെൻ IUCD എന്ന് പറയുമ്പോൾ ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് എന്നുള്ളതാണ്. അതിനകത്ത് കോപ്പർ ഡിവൈസസ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിനകത്ത് തന്നെ ഹോർമോൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. എനിവേ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ യൂട്രസിൽ ഒരു മൈൽഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. ഈവൻ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഉള്ള ഏരിയയിൽ ഇംപ്ലാന്റേഷൻ പോസിബിൾ ആകത്തില്ല. അതേപോലെ തന്നെ സ്പേമിനെ ലൈസ് ചെയ്യുന്ന, സ്പേമിനെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് കോപ്പറിനുണ്ട്. അതേപോലെ ഓവത്തിനെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് ഒരു രീതി കോപ്പറിനുണ്ട്. ഈ പറഞ്ഞ ഒരു മെക്കാനിസം വഴിയാണ് ആ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.